ഇത്രയും വിഷം മുറ്റിയ മൂർഖനെന്താ ജാമ്യം കിട്ടാത്തത്? അപ്പോ അത്രേ ഉള്ളൂ ഏത് മൂർഖന്റെയും സ്ഥിതി. പിടി വീണാ പിന്നെ ഏത് മൂർഖനും വെറും ചേരയാ. എടോ നമ്പൂരി, വെറുതെ കിടന്ന് അലറണ്ട. ഇത് നമ്മുടെ കമ്പനിയല്ല, ജയിലാ. ആ, ഞാനിപ്പോ വന്നത് ഒരു നല്ല കാര്യം നിന്നെ അറിയിക്കാനാ. എന്താണെന്നോ, പ്രസാദും നമ്മുടെ കമ്പനിയുമായുള്ള കേസ് സെറ്റിലായി. ഇന്ന് രാവിലെ കൃത്യം 11 മണിക്ക് ആ നല്ല കർമ്മം നടന്നു. പിന്നെ പ്രസാദും ഞാനും നമ്മുടെ ജെയിംസും ചേർന്ന് പുതിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഫോം ചെയ്യുന്നു. പേരിട്ടിട്ടില്ല. അല്ല, വല്ല പേരും ഉണ്ടോ സജസ്റ്റ് ചെയ്യാൻ? അയ്യോ, വേണ്ട വേണ്ട. നീ പറയുന്ന പേരിട്ടാ പിന്നെ പണിയുന്ന കെട്ടിടമെല്ലാം സെക്കൻഡേ നിലം പൊത്തും. ഒരു വിഷമമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ കമ്പനി ഒന്ന് നേരിൽ കാണാൻ നിനക്ക് ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ നിനക്ക് പുറം കാഴ്ചകൾ കാണാൻ. കൊലക്കുറ്റമല്ലേ തലയിൽ വീണിരിക്കുന്നത്? തൂക്ക് കയർ ഉറപ്പ്. തൂക്കുകയർ അതും സ്വപ്നം കണ്ടിരുന്നോ നീയൊക്കെ? റാംമോഹൻ ഒന്നും സംഭവിക്കില്ല. പുഷ്പം പോലെ ഞാൻ ഈ കേസിൽ നിന്ന് ഊരിപ്പോരും. ഒരു ജയിലഴിക്കും എന്നെ തടയാനാവില്ല. അത് വാസ്തവം. ശരീരം ചെറുതാക്കാനുള്ള ദിവ്യമന്ത്രം നിനക്കറിയാലോ. മന്ത്രം ചൊല്ലി ജയിലഴിക്കുള്ളിലൂടെ പുറത്തു വരാൻ. പൊന്നു മോനെ, നിനക്കിനി രക്ഷയില്ല. യു ആർ ഫിനിഷ്ഡ്. നമുക്ക് കാണാം. ഒരു ദിവസം ഞാൻ പുറത്തു വരും. നീ ഈ കാണിച്ച പെർഫോമൻസിന്റെ മറുപടി അപ്പ തരാടാ. ഞാൻ അതിനായി ജയിലിന് പുറത്ത് കാത്തിരിക്കാം. ഓക്കെ, ഗുഡ് ബൈ. തെറ്റ് ചെയ്യാതെയുള്ള ശിക്ഷ, അതാണ് എൻ്റെ മകൾ അനുഭവിച്ചത്. ഏത് ശിക്ഷയ്ക്കും വേണമല്ലോ ഒരു അവസാനം. കോടതി വിധി വരാൻ ഇനി ഏറെ താമസമില്ലടോ. അതോടെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അബദ്ധത്തിനും അവസാനം ഉണ്ടാവും. ശരിയാണ് സാർ. സുമിത്രേച്ചിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു വഴിത്തിരിവാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് സുമിത്രേച്ചിക്ക് മാത്രമല്ല, മറ്റ് പലർക്കും ഇതൊരു ചേഞ്ചിൻ്റെ സീസണാണെന്നാ. അതെ സാർ, നമ്മളാരും തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. സ്ട്രേഞ്ച് ഡെവലപ്മെന്റ്സ്. താൻ എന്താ പറയുന്നത്? എന്ത് ഡെവലപ്മെന്റ്സ്? സാറിന് താല്പര്യമുള്ള വിഷയമല്ല, താല്പര്യമുള്ള ക്യാരക്ടറും അല്ല. പ്രസാദ് സാറിൻ്റെ കാര്യമാണ്. ശരിയാ, എനിക്കൊട്ടും താല്പര്യമില്ല. പക്ഷേ ഒരു പ്രധാന സംഭവമാണ് നമ്മുടെ യമുന കൂടെ ഉൾപ്പെട്ട കാര്യമാണ്. യമുനയോ? എന്താ അത്? കമ്പനി പ്രസാദ് സാറിനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നല്ലോ. നിങ്ങൾക്ക് അറിയാമോ എന്തോ? എന്നാ അങ്ങനെ ഒരു കേസ് കൊടുത്തിരുന്നു കോമ്പൻസേഷന് വേണ്ടി. പ്രസാദ് സാറിന് പെട്ടെന്ന് അത്രയും ക്യാഷ് റേസ് ചെയ്യാൻ പറ്റിയില്ല. ലക്ഷങ്ങളാണേ. കുറച്ച് പ്രോപ്പർട്ടി വിൽക്കാൻ നോക്കി. ആരൊക്കെയോ പാര വെച്ച് അത് മുടക്കി. ഒടുവിൽ അത്ഭുതം എന്നല്ലേ പറയണ്ടു, ഒരാൾ വോളണ്ടറി ആയിട്ട് മുന്നോട്ട് വരുന്നു, ആ വസ്തു വാങ്ങുന്നു, പണം കൊടുക്കുന്നു, പ്രസാദ് സാർ കമ്പനിക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നു, കേസ് സെറ്റിൽ ചെയ്യുന്നു. ശുഭം. യമുനയാണോ ആ സ്ഥലം വാങ്ങിയത്? അതെ. പക്ഷെ വെറുതെ കുറച്ച് വസ്തു വാങ്ങാനല്ല യമുന ആ വണ്ടർലാൻഡ് വാങ്ങിയത്. പ്രസാദ് സാറിനെ ഒരു വലിയ ക്രൈസിസിൽ നിന്ന് രക്ഷിക്കാനാ ആ മഹാമനസ്കത യമുന കാണിച്ചത്. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ട് ലെവലായി പോയി സാർ. എന്തിനാണ് സാർ പണം? സേഫിൽ കെട്ടിപ്പുട്ടി വെക്കാനോ? അല്ല, ടു ഹെൽപ്പ് അതേഴ്സ്. യമുന അതാണ് ചെയ്തത്. മുങ്ങിത്താഴാൻ പോയ ആളെ കൈ കൊടുത്ത് കയറ്റി. അതാണ് മനുഷ്യത്വം. മനുഷ്യത്വം. സർ, യമുനയ്ക്ക് തെറ്റുകൾ പറ്റിയിരിക്കാം. പ്രായത്തിൻ്റെ പക്വതക്കുറവുകൊണ്ട് അബദ്ധങ്ങൾ ചെയ്തിരിക്കാം. പക്ഷേ അതുകൊണ്ട് യമുന ഒരിക്കലും ശരി ചെയ്യില്ലെന്ന് നമ്മൾ വിധി എഴുതിയ അതിൻ്റെ പേര് മുൻവിധിയെന്നാ. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ സർ? നോക്കൂ വിശാൽ, ഈ വിഷയം കേൾക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ടും താൻ പുറകെ വന്ന് ഇങ്ങനെ സ്തുതിഗീതം ചൊല്ലാനാണ് ഭാവമെങ്കിൽ ഐ എം സോറി സർ. ആവേശം കൊണ്ട് ഞാൻ ഔചിത്യം മറന്നുപോയി സർ. സോറി.
പ്രസാദ് സാറിന്റെ പ്രശ്നങ്ങളിലും ടെൻഷനിലും ഒന്നും സുമിത്രേച്ചിക്ക് ഉത്കണ്ഠയില്ലാത്തതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം അത്ര കണ്ട് അകന്നുപോയി നിങ്ങൾ, ഡിറ്റാച്ച്ഡ് ആയിപ്പോയി. പക്ഷേ അതേ വിഷയത്തിൽ പ്രസാദ് സാറിനോട് യമുന സിമ്പതി കാണിക്കുന്നെങ്കിൽ യമുനെ കുറ്റം പറയാനും കഴിയില്ല. കഴിയോ? സുമിത്രേച്ചിയും യമുനയും അല്ലേ? എന്തായാലും അവർ തമ്മിലുള്ള ഈ പുതിയ ഇടപാടിൽ ആ പഴയ ബന്ധത്തിന്റെ കളർ ചേർക്കാൻ പാടില്ല കേട്ടോ. അങ്ങനൊന്നും ഇപ്പം ഇല്ലാത്തോണ്ടാ. പോരാഞ്ഞ് ദൂരെ ഒരു നഴ്സിംഗ് ഹോമിൽ ഒരു ലേഡി ഡോക്ടർ നിങ്ങളുടെ ഡൈവോഴ്സ് ഓർഡർ വരുന്ന തീയതി കാത്തിരിക്കുന്നുണ്ട്. എന്നാ ഞാൻ പിന്നീട് വരാം സുമിത്രേച്ചി. മോളെന്താ വിഷമിച്ച് നിൽക്കുന്നത്? നമ്മളെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ലല്ലോ വിശാല് പറഞ്ഞിട്ട് പോയത്. ഏതോ ഒരു പ്രസാദ്, ഏതോ ഒരു യമുന, നമ്മൾ അങ്ങനെ വിചാരിച്ചാ മതി. എന്നാലും യമുന പിന്നെയും അതിലെന്തിനാ അത്ഭുതപ്പെടുന്നത്? മുമ്പും അവൾ ഇത് തന്നെയല്ലേ ചെയ്തിട്ടുള്ളത്. അന്നവൾ പണം കൂടാതെ പ്രസാദിനെ സ്വാധീനിച്ചു, ഇപ്പൊ പണം കൊടുത്ത് സ്വാധീനിക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായുള്ളവർക്ക് ഇതല്ല ഇതിലപ്പുറവും ആകാം മോളെ. ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പ്രസാദും യമുനയും. അവരെങ്ങനെയും ആയിക്കോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അത്തരം തരംതാണ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാൻ നമുക്ക് സമയവുമില്ല. വാർത്തകൾ പലതും ഇനിയും കേട്ടെന്ന് വരാം. ഡൈവേഴ്സിന്റെ ഡേറ്റും പ്രതീക്ഷിച്ച് ഒരാൾ ആ നഴ്സിംഗ് ഹോമിലുണ്ടല്ലോ, മുൻ രോഗിയെ വരണമാല്യം ചാർത്താൻ. ചിലപ്പോ ആ ഡോക്ടറെ വേണ്ടെന്ന് വെച്ച് പ്രസാദ് ഈ ഫിലിം സ്റ്റാറിനെ കെട്ടിയെന്നും വരാം. കുറെ കൂടി ലാഭകരമാണല്ലോ ഈ ബന്ധം. അതിനും സാധ്യതയുണ്ട്. കാരണം വളയമില്ലാത്ത ചാട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാർത്ത കേട്ടാൽ പോലും നീ ഞെട്ടരുതെന്ന് അച്ഛൻ പറയുന്നു. സ്വാമി, റാംമോഹൻ ഉൾപ്പെടെ 4 എഞ്ചിനീയേഴ്സ് പെട്ടെന്ന് പുറത്തായതുകൊണ്ട് വർക്കൊക്കെ പെൻഡിംഗ് ആണ്. ഹൈവേ ബ്രിഡ്ജിൻ്റെ പണി എങ്ങും എത്തിയിട്ടില്ല. ആ വർക്ക് ഉടനെ തീർക്കണം. അതർവൈസ് വി വിൽ ലൂസ് ദ കോൺട്രാക്ട്. നോട്ട് ഓൺലി ദാറ്റ്, കൃത്യസമയത്ത് വർക്ക് തീർക്കാത്തതിൻ്റെ പേരിൽ കേസും കൂട്ടവും ഉണ്ടാവും. കമ്പനിയുടെ ഗുഡ്വില്ലിനെ അത് വല്ലാതെ ബാധിക്കും. കോൺസിക്വൻസസ് പലതാണ്. ഒരു സത്യം പറയുന്നതിൽ സാറിന് വിരോധം തോന്നരുത്. റാംമോഹൻ ഉണ്ടായിരുന്നെങ്കിലും സ്ഥിതി ഒട്ടും ബെറ്റർ ആവില്ലായിരുന്നു. മറിച്ച് കുറെ കൂടി മോശമായെന്നെ. യെസ്, ഐ അഡ്മിറ്റ്. ബട്ട് വി ഹാവ് ടു ഫൈൻഡ് ആൻ ഓൾട്ടർനേറ്റീവ്. എഞ്ചിനീയർ രവിയും ഗോപനും കഴിവുള്ളവരാണ്. പക്ഷേ സംബഡി ഷുഡ് ബി ദെയർ ടു ഗീവ് ദം പ്രോപ്പർ ഡയറക്ഷൻസ്. യെസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് നീഡഡ്. പ്രോപ്പർ ഡയറക്ഷൻ, കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായ ടൈമിൽ കൊടുക്കാൻ ഒരു ഗൈഡ്. യെസ് സർ. അല്ല സ്വാമി, പ്രസാദിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ? ഇങ്ങോട്ട് തിരിച്ചു വരാൻ താല്പര്യം ഉണ്ടാവോ? പ്രസാദിന്റെ കാര്യം ഞാൻ സാറിനോട് പറയാനിരിക്കുകയായിരുന്നു. വി മിസ് ഹിം വെരി മച്ച് സർ. എന്തൊക്കെ വീഴ്ചകൾ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിലും പ്രസാദ് നമ്മുടെ കമ്പനിക്ക് ഒരു അസറ്റ് ആയിരുന്നു. അയാളെ തിരിച്ചു വിളിച്ചാൽ കമ്പനിക്ക് ലാഭമേ ഉണ്ടാവൂ. പക്ഷേ അയാളെ എക്സ്പെൽ ചെയ്ത കമ്പനിയിലേക്ക്, അയാൾക്കെതിരെ കേസ് കൊടുത്ത കമ്പനിയിലേക്ക് വിൽ ഹി കം ബാക്ക്? ഐ ആം ഡൗട്ട്ഫുൾ. നമുക്ക്
ഒന്ന് ശ്രമിച്ചു നോക്കാവല്ലോ സാർ. നമ്മുടെ പ്രപ്പോസൽ അയാൾ നിരസിച്ചാലോ? അതുണ്ടാവില്ല. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. ഏതായാലും ഞാൻ പ്രസാദിനെ പോയി ഒന്ന് കാണാം അല്ലേ? കണ്ടിട്ട് പ്രസാദിന്റെ റെസ്പോൺസ് എന്താണെന്ന് അറിഞ്ഞിട്ട് വരൂ. ശരി സാർ. എന്നാ ഞാൻ ഉം. നമസ്കാരം. ആരാ? ഞാൻ മണിസ്വാമി, ശിവ കൺസ്ട്രക്ഷൻസിലെ അക്കൗണ്ട്സ് ഓഫീസറാ. പ്രസാദ് വരൂ. ഇരിക്കൂ, ഞാൻ പ്രസാദിനെ വിളിക്കാം. ഓ. ആ ആര് സ്വാമിയോ? ഹലോ. ഇരിക്കൂ സ്വാമി. അത്ഭുതമാണല്ലോ, ആദ്യമായിട്ടാണല്ലോ ഈ വഴി. അമ്മേ, സ്വാമിക്ക് ചായ. ഇങ്ങോട്ടായിട്ട് വന്നതാണോ? അതെ, ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ. പ്രസാദിനെ മീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണ്ടേ? വിശേഷിച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ചൊക്കെ പ്രസാദ് പറഞ്ഞിരിക്കും. ഒരു കാലത്ത് തലയെടുപ്പോടെ ജ്വലിച്ചു നിന്നിരുന്ന നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ റാങ്ക് 6-ാമത്തേതോ 7-ാമത്തേതോ ആയിരിക്കുന്നു പ്രസാദ്. ഇന്നലെ മുളച്ച പുതിയ കമ്പനികൾ നമ്മളെ പിന്തള്ളി ബഹുദൂരം മുന്നിലെത്തി. ഇങ്ങനെ പോയാൽ ഭാവി ഒട്ടും നന്നായിരിക്കില്ല. കുറച്ചൊക്കെ വാർത്തകൾ ഞാനും കേട്ടു. ഇതിന് സൊല്യൂഷനൊന്നും കണ്ടെത്തിയില്ലേ? പ്രസാദിന്റെ കൈവശം എന്തെങ്കിലും സജഷൻ ഉണ്ടോ? എൻ്റെ കയ്യിലോ? കമ്പനിക്ക് ആദ്യത്തെ ഷോക്ക് കൊടുത്ത് ഇറങ്ങിപ്പോന്നാനോ ഞാൻ. എൻ്റെ നിർദ്ദേശം കമ്പനിയെ കൂടുതൽ അപകടത്തിലാക്കിയുള്ളൂ സ്വാമി. വി നോ യുവർ ഫീലിങ്സ്. കമ്പനി കുറച്ചുകൂടി സംയമനത്തോടെ പ്രസാദിനോട് പെരുമാറേണ്ടതായിരുന്നു. വെട്ടൊന്ന് മുറി 2 എന്ന മട്ടിലെടുത്ത ആ തീരുമാനം അതോർത്ത് കമ്പനിക്ക് ദുഃഖമുണ്ട്. തെളിച്ചു പറയാമല്ലോ പ്രസാദ്, വി മിസ് യു വെരി മച്ച്. MD പ്രസാദിനെ കമ്പനിയിലേക്ക് തിരിച്ചു വിളിക്കുന്നതിനെ പറ്റി വളരെ ഗൗരവമായി തന്നെ ആലോചിക്കുന്നു, ചർച്ച ചെയ്യുന്നു. സത്യത്തിൽ എൻ്റെ ഈ വരവ് MDയുടെ മെസ്സഞ്ചർ ആയിട്ടാണ്. വാട്ട് ഡു യു സേ? ഞാനും ആലോചനയിലാണ് സ്വാമി. കമ്പനിയുടെ പേര് കെടുത്തിയവൻ എന്ന ലേബലോടെ ഒരിക്കൽ ആ ഗേറ്റ് കടന്നു പോന്നവൻ വീണ്ടും അങ്ങോട്ട് വരികയെന്ന് വെച്ചാൽ അതിലെന്താ ഒരു ലോജിക്, നീതീകരണം? ബിക്കോസ് ദ കമ്പനി ഈസ് ഇൻ നീഡ് ഓഫ് യു. അനുകൂലമായ ഒരു തീരുമാനം എടുത്തൂടെ? തീരുമാനിക്കണം. ഇതെന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. ചായ കുടിക്കൂ. ഒരു ഫൈനൽ ഡിസിഷൻ ഞാൻ പറയുന്നില്ല. എന്തൊക്കെയായാലും ആ കമ്പനിയോട് എനിക്ക് എന്നൊരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. കമ്പനി എന്നെ പുറത്താക്കിയപ്പോൾ പോലും എൻ്റെ വിയർപ്പിൻ്റെ ഒരു തുള്ളിയെങ്കിലും അവിടെ വീണ് കിടന്നിരുന്നു എന്ന വിശ്വാസം. ഞാൻ വരാം. ഓൺ വൺ കണ്ടീഷൻ.